ഒരുപാട് ട്രെൻഡ് സിനിമകൾ തമിഴിൽ സൃഷ്ടിച്ചിട്ടുള്ള സംവിധായകനാണ് ഗൗതം വാസുദേവ് മേനോൻ. മലയാളികൾക്കിടയിലും ഏറെ ആരാധകരുള്ള സംവിധായകനാണ് അദ്ദേഹം. പാതി മലയാളിയായ ഗൗതം മേനോൻ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു മലയാള ചിത്രം ഇതുവരെ സംവിധാനം ചെയ്തിട്ടില്ല. എന്നാൽ അത്തരമൊരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടിയായിരിക്കും നായകനാവുക എന്നും റിപ്പോർട്ടുകളുണ്ടായി. ഇതിന് പിന്നാലെ ചിത്രവുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. ചിത്രത്തിൽ നയൻതാര നായികയാകുമെന്നാണ് ആദ്യം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. അതല്ല, സാമന്തയാണ് മമ്മൂട്ടിയുടെ നായികയാവുന്നതെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു. എന്നാൽ ഇവർ രണ്ടുപേരുമല്ല മമ്മൂട്ടിയുടെ നായികയാവുന്നത്, മറ്റൊരു താരമായിരിക്കുമെന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. മറ്റൊരു റിപ്പോർട്ടുണ്ടായിരുന്നത് സിനിമയുടെ ചിത്രീകരണം ചെന്നൈയിലായിരിക്കുമെന്നായിരുന്നു. എന്നാൽ സിനിമയുടെ ചിത്രീകരണം കൊച്ചിയിൽ വെച്ചാകുമെന്നാണ് സിനിമയോടടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ജൂലൈ 1 സിനിമയുടെ ചിത്രീകരണം തുടങ്ങാനും പദ്ധതിയിട്ടിട്ടുണ്ട്. നടക്കുകയാണെങ്കിൽ ഗൗതം വാസുദേവ് മേനോന്റെ മലയാളത്തിൽ സംവിധാന അരങ്ങേറ്റ ചിത്രമാകും ഈ ചിത്രം. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്. അതേസമയം മമ്മൂട്ടി നായകനാവുന്ന ബസൂക്കയിൽ ഗൗതം മേനോൻ ഒരു ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ബെഞ്ചമിൻ ജോഷ എന്നാണ് ഗൗതം മേനോന്റെ കഥാപാത്രത്തിന്റെ പേര്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഗെയിം ത്രില്ലർ ചിത്രമാണ് ബസൂക്ക. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം മേനോൻ ഒരുക്കുന്ന പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.